ഇന്ന് നമ്മൾ നല്ലൊരു സ്ട്രീറ്റ് ഫുഡാണ് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടും ഇഫ്താർ സ്നാക്കായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിയില, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊന്നും ഇങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 2 മുട്ട പുഴുങ്ങിയിട്ട് അത് ഇതുപോലെ തന്നെ നേർ പകുതിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ബ്രെഡ് ഒന്ന് ഇതുപോലെ 2 സൈഡൊന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെയായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു മുട്ടയുടെ ബാറ്റർ ഒന്ന് കുറച്ചും കൂടെ മേലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആ ഒരു മുട്ട അതിൽ സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു സൈഡ് നന്നായിട്ടൊന്നിങ്ങനെ ടോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ 4 സൈഡും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ 4 സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡൊന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മളിതാ പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയും കൂടെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 4 ബ്രെഡിന് അതുപോലെ തന്നെ നമ്മൾ 4 മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളത് തന്നെയാണ്. കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റി ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.